ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, വെൽക്കം ടു സൈലം ലേണിംഗ്. നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ചാപ്റ്ററിൽ സീഡ്ലെസ് ഫ്രൂട്ട്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലേ. അതിനെ നമ്മൾ പറയുന്ന ഒരു പേരാണ് പാർത്തനോ കാർപ്പിക് ഫ്രൂട്ട്സ്. അപ്പോൾ കുറെ പേർക്കെങ്കിലും ഈ ഒരു രണ്ട് ടേംസിന്റെ സംശയം ഉണ്ടായിട്ടുണ്ടാവും. എന്താണ് പാർത്തനോ ജെനിസിസ് ആൻഡ് പാർത്തനോ കാർപ്പി, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ പാർത്തനോ കാർപ്പി എന്ന് വെച്ചാൽ പാർത്തനോ കാർപ്പിക് ഫ്രൂട്ട്സ് ഉണ്ടാകുന്ന പ്രോസസ്സാണ്. അപ്പോൾ പാർത്തനോ കാർപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഇത് കാണാൻ പറ്റുക പ്ലാന്റ്സിലാണ് അല്ലെ. അപ്പം അതിന്റെ ഒന്നാമത്തെ പോയിന്റ്, പാർത്തനോകാർപ്പി occurs in plants. ഓക്കെ, ഹയർ പ്ലാന്റ്സിലാണ് നമുക്ക് ഇത് കൂടുതൽ കാണാൻ പറ്റുക. ആൻജിയോസ്പേംസിലും ഫ്ലവറിംഗ് പ്ലാന്റ്സിലാണ് കാണാൻ പറ്റുക. പിന്നെ പാർത്തനോകാർപ്പിയുടെ ഇത് എന്താണ്? ഫോർമേഷൻ ഓഫ് ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ആണ്. ഫോർമേഷൻ ഓഫ് ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് ഒരു എംബ്രിയോ സാക്ക് അല്ലെ, അത് റെഡിയായി മെച്ചുറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള എഗ് ഉണ്ടാകും. നമ്മൾ എഗ് അപ്പാറ്റസിനെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ അവിടേക്ക് പോളൻ ട്യൂബ് വഴി മെയിൽ ഗാമെറ്റ്സ് വരുന്നു, അവർ തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നു, അങ്ങനെ നമുക്ക് സൈഗോട്ട് കിട്ടുന്നു, സൈഗോട്ടിൽ നിന്ന് എംബ്രിയോ കിട്ടുന്നു. അപ്പോഴേക്കും ഓവ്യൂളിന്റെ പാർട്സ് എല്ലാം കൂടി സീഡായിട്ട് മാറും, ഓവറിയുടെ പാർട്സ് എല്ലാം കൂടി ഫ്രൂട്ട് ആയിട്ട് മാറും. ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടെയും എംബ്രിയോ സാക്ക് ഒക്കെ ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ എഗ് ഒക്കെ ഉണ്ടാവും, പക്ഷെ പോളൻ ട്യൂബ് വരില്ല, അതുപോലെ തന്നെ ഫെർട്ടിലൈസേഷനും നടക്കില്ല. അതുകൊണ്ട് അതിന്റെ ഉള്ളിലുള്ള എന്താ പറയുക, എംബ്രിയോ സാക്കിന് ഇനി ഒരു യൂസും ഇല്ലല്ലോ, അപ്പൊ അത് അങ്ങനെ തന്നെ ഇരുന്ന് പോകും. ഓക്കെ, അപ്പോ പക്ഷേ അതിന്റെ ചുറ്റിനുമുള്ള ഫ്ലവറിന്റെ പാർട്സ് അവരെന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ദേ വിൽ ബി ലൈക്ക്, ആ ഒബ്യൂളിനും അപ്പോൾ ഒരു റോൾ ഇല്ലാത്ത പോലെ ആയിപ്പോവും. പക്ഷെ ഫ്ലവറിന്റെ പാർട്ട് എല്ലാം കൂടി എന്ത് ചെയ്യും? ദേ ഫോം ദ ഫ്രൂട്ട് പാർട്സ്. കാരണം ഇവർക്ക് അറിയില്ലല്ലോ, അതായത് ഈ ഫ്ലവറിന്റെ ഓവറിക്കും കാര്യങ്ങൾക്കൊന്നും അറിയില്ലല്ലോ, അതായത് പിന്നെ ഉള്ളിൽ ഫെർട്ടിലൈസേഷൻ നടന്നോ ഇല്ലയോ എന്നൊന്നും അവർക്കറിയില്ല. സോ അവർ ആ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് കഴിയുമ്പോൾ അവരുടെ ബാക്കി ഗ്രോത്ത് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. അപ്പം ഓവറിയുടെ ഭാഗങ്ങളെല്ലാം കൂടി ഫ്രൂട്ടിന്റെ ഭാഗമായി മാറും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് സീഡ്ലെസ് ഫ്രൂട്ട്സ് കിട്ടുന്നത്. കാരണം എന്താ? അതിന്റെ ഉള്ളിലത്തെ ആ ഫ്ലവറിന്റെ ഉള്ളിലത്തെ ഒവ്യൂള് അതേപോലെ ഇരിക്കുകയായിരുന്നു, അതിന്റെ ഉള്ളിലുള്ള എംബ്രിയോ സാക്കിലേക്ക് ഫെർട്ടിലൈസേഷനും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എംബ്രിയോയും കിട്ടിയില്ല, സീഡും കിട്ടിയില്ല. പക്ഷെ അതിന്റെ പുറത്തുള്ള ഫ്ലവറിന്റെ ഓവറിയുടെ ഭാഗം എന്ത് ചെയ്തു? ഫ്രൂട്ടായി മാറുകയും ചെയ്തു. അങ്ങനെയാണ് നമുക്ക് സീഡ്ലെസ് ഫ്രൂട്ട്സ് കിട്ടുന്നത്. അപ്പൊ സീഡ്ലെസ് ഫ്രൂട്ട്സിന് നമ്മൾ പറയുന്ന പേരാണ് പാർത്തനോ കാർപ്പിക് ഫ്രൂട്ട്സ് അല്ലെ. പാർത്തനോ കാർപ്പിക് ഫ്രൂട്ട് എന്ന് പറയുന്നത് അത് നാച്ചുറലായിട്ട് നടക്കുന്നുണ്ട്. അത് നടക്കുന്ന ഒരു ഫ്രൂട്ടാണ് ബനാന. ഓക്കെ, ബനാനയിൽ നമുക്ക് നാച്ചുറലി കാണാൻ പറ്റും, പക്ഷെ ഇൻഡ്യൂസ് ചെയ്യാനും പറ്റും. ഇൻഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ ഗ്രേപ്സിൽ ഇൻഡ്യൂസ് ചെയ്യാം അല്ലെ. എക്കണോമിക്കലി നമുക്കിപ്പോൾ എന്താ പറയുക, സീഡ്ലെസ് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഈ കാര്യം പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺസ് സ്പ്രേ ചെയ്തിട്ട് പാർത്തനോകാർപ്പി ഇൻഡ്യൂസ് ചെയ്യാനും പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഏത് പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺ ഇൻഡ്യൂസ് ചെയ്യുമ്പോഴാണ്, സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് കിട്ടുന്നത്, സീഡ്ലെസ് ഫ്രൂട്ട്സ് കിട്ടുന്നത് എന്നൊന്ന് മക്കൾ കമന്റ് ചെയ്യണേ കേട്ടോ. നമ്മളിത് പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ +1 സിലബസിൽ പ്ലാന്റ് ഗ്രോത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാർത്തനോകാർപ്പി ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് സീഡ്ലെസ് ഫ്രൂട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് പ്ലാന്റ് ഗ്രോത്ത് ഹോർമോണെയാണ് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ പാർത്തനോകാർപ്പി ക്ലിയർ ആയല്ലോ. ഇനി പാർത്തനോജെനിസിസ് എന്ന് പറയുന്നത് ഇതും ഒരു സിമിലർ ഫിനോമിനൻ ആണ്, പക്ഷെ ഇറ്റ് ഈസ് ലൈക്ക് എസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇത് മെയിൻലി ഒക്കർ ചെയ്യുന്നത് ആനിമൽസിലാണ്. ആനിമൽസിലും ചില റെപ്റ്റൈൽസിലും, ആനിമൽസ് എന്ന് പറഞ്ഞാൽ ചില റെപ്റ്റൈൽസിലും, ചെറിയ ലോവർ ഓർഗാനിസിന്റെ വെരി റെയർലി ഇൻ സം ലോവർ പ്ലാന്റ്സ് ഓൾസോ ഇറ്റ് ഓക്കേഴ്സ്. ഓക്കെ, അപ്പൊ പാർത്തനോജെനിസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ലൈക്ക് എ മോഡ് ഓഫ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ഓക്കെ, എസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ ഫ്യൂഷൻ നടക്കുന്നില്ല. ദർ ഈസ് നോ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമെറ്റ്സ്. ഓക്കെ, അപ്പൊ ഫെർട്ടിലൈസേഷൻ ഇല്ല, ഫ്യൂഷൻ ഇല്ല, സോ ദർ ഈസ് നോ സിൻഗാമി. അവിടെ സിൻഗാമി ഇല്ല. പിന്നെ ഇതിൽ നിന്ന് ഉണ്ടാകുന്ന ഓഫ് സ്പ്രിങ്സ്. അപ്പൊ മെയിൻ ആയിട്ട് ഇവിടെ എന്താ നടക്കാന്ന് അറിയാമോ? പാർത്തനോജെനിസിസിൽ നടക്കുന്നത് ഒരു എഗ് ഉണ്ടാകുമല്ലോ, ആ എഗ് ഇങ്ങനെ ഈ ചില റെപ്റ്റൈൽസിലും ചില ഫിഷസിലും ഒക്കെ ഇത് നടക്കാറുണ്ട് കേട്ടോ. പാർത്തനോജെനിസിസ് നടക്കാറുണ്ട്. എക്സെൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എക്സെൽ കുറെ നേരം മെയിൽ ഗാമേറ്റിനെ വെയിറ്റ് ചെയ്തിരിക്കും. അത് കഴിയുമ്പോൾ എക്സെൽ തന്നെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു എംബ്രിയോ ഫോം ചെയ്യും, ഒരു അൺഫെർട്ടിലൈസ്ഡ് എംബ്രിയോ എന്ന് പറയാം അല്ലെ. അപ്പം അതിന്റെ ചുറ്റിനും അപ്പൊ എന്തുണ്ടാകും, എന്താ പറയാ, ബാക്കി ഭാഗങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് അതിൽ നിന്നുണ്ടാകുന്ന ഓഫ് സ്പ്രിങ് ശരിക്കും ഫീമെയിൽ പാരന്റിനെ റിസംബിൾ ചെയ്തിരിക്കും. സോ ഓഫ് സ്പ്രിങ് വിൽ ബി ലൈക്ക് എ ക്ലോൺ ഓഫ് ദ പാരന്റ്. ഓക്കെ, അതായത് ജനറ്റിക് വേരിയേഷൻ ഒന്നുമില്ല, കാരണം ഇവിടെ ഫെർട്ടിലൈസേഷൻ ഒന്നും നടന്നിട്ടില്ല. ഓഫ് സ്പ്രിങ് വിൽ എക്സാക്ട്ലി ലുക്ക് ലൈക്ക് ദ ഫീമെയിൽ പാരന്റ്, കാരണം ഫീമെയിൽ പാരന്റ് എങ്കിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടാണ് ഈ എംബ്രിയോയും അടുത്ത ഓർഗാനിസവും ഉണ്ടാകുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് എ മോഡ് ഓഫ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഹയർ ആനിമൽസിനെ നമുക്ക് അങ്ങനെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷെ വെരി റെയർലി കൊമോഡോ ഡ്രാഗണിലൊക്കെ ഇത് കാണുന്നുണ്ട്. പക്ഷെ ഇത് നമുക്ക് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നത് ആരുടെ ലൈഫ് സൈക്കിളാണെന്ന് അറിയാമോ? ഹണീബിയുടെ ലൈഫ് സൈക്കിളിൽ കാണാൻ പറ്റും. ഹണീബിയിൽ നമുക്കറിയാം മെയിൽ ഡ്രോൺസ് ഇല്ലേ,
ആ ഡ്രോൺസ് ഉണ്ടാകുന്നത് ഹാപ്ലോയിഡ് ആയിട്ടുള്ള എഗ്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ്. ഹാപ്ലോയിഡ് എഗ്സ് തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് അതിൽ നിന്നൊരു എംബ്രിയോ ഉണ്ടാകുന്നു. അതിൽ നിന്നാണ് ഡ്രോൺസ് ഉണ്ടായി വരുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ അതാണ് പാർത്തനോജെനസിസ്. അപ്പോൾ പാർത്തനോജെനസിസ് ശരിക്കും പ്ലാന്റ്സിൽ വളരെ റെയർ ആയിട്ടേ കാണാറുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വേറൊരു സംഭവം ഉണ്ടല്ലോ, ആപ്പോമിക്സിസ്. അപ്പോൾ പ്ലാന്റ്സിൽ നടക്കുന്ന സിമിലർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ആപ്പോമിക്സിസ്. ഇത് നിങ്ങൾ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ പഠിക്കുന്നുണ്ട്. ആപ്പോമിക്സിസും പോളി എംബ്രിയോണിയും പഠിക്കുന്നുണ്ട്. ആപ്പോമിക്സിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ആബ്സെൻസ് ഓഫ് മിയോസിസ്. ഇറ്റ്സ് ഓൾസോ ലൈക്ക് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇറ്റ്സ് എ മോഡ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ലൈക്ക് ഇൻ ദി ആബ്സെൻസ് ഓഫ് മിയോസിസ്. ഒരു മെഗാസ്പോർ മദർ സെല്ലിൽ സാധാരണ എന്തെന്ന് വെച്ചാൽ മിയോസിസ് നടത്തും അല്ലേ. എന്നിട്ട് അതിൽ നമുക്ക് ആദ്യം മെഗാസ്പോർ ഡയാഡ് കിട്ടും, പിന്നെ മെഗാസ്പോർ ടെട്രാഡ് കിട്ടും. അതിൽ നിന്ന് 3 പേര് ഡീജനറേറ്റ് ചെയ്യും, ഒരാൾ ഫങ്ഷണൽ മെഗാസ്പോർ ആകും. അതിൽ നിന്നാണ് 3 മൈറ്റോസിസ് നടന്നിട്ട് നമുക്കൊരു 8 ന്യൂക്ലിയേറ്റഡ് 7 സെൽഡ് എംബ്രിയോ സാക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു കേസിൽ അങ്ങനെയുള്ള ഒരു എംബ്രിയോ സാക്കിൽ, നോർമൽ ഒരു എംബ്രിയോ സാക്കിൽ എല്ലാ സെല്ലുകളും എന്താണ്, ഹാപ്ലോയിഡ് ആണ് അല്ലെ. പിന്നെ പോളാർ ന്യൂക്ലിയൈ എൻ ആയിട്ട് രണ്ടുപേരും കൂടെ അടുത്തടുത്താണ് ഇരിക്കുക. പക്ഷെ ആന്റിപോഡൽസ് ആകട്ടെ, എഗ് അപ്പാറ്റസ് ആകട്ടെ, എല്ലാവരും പക്ഷെ ഹാപ്ലോയിഡ് ആണ്. അപ്പം അതുകൊണ്ട് ഹാപ്ലോയിഡ് എഗ്ഗുമായിട്ട് പോയിട്ട് മെയിൽ ഗാമേറ്റ്, ഹാപ്ലോയിഡ് മെയിൽ ഗാമേറ്റ് വന്ന് ഫ്യൂസ് ചെയ്തൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ അപ്പോമിക്സിസിൽ മിയോസിസ് നടക്കാത്തത് കാരണം ഇതൊരു അബ്നോർമൽ എംബ്രിയോ സാക്ക് ആയിരിക്കും. ഇവിടെ എഗ് എന്ന് പറയുന്നത് എന്താണ്, ഡിപ്ലോയിഡ് ആയിരിക്കും. അപ്പൊ ആ ഡിപ്ലോയിഡ് എഗ് എന്ത് ചെയ്യില്ല, ഒരിക്കലും ഫ്യൂസ് ചെയ്യില്ല, ഫെർട്ടിലൈസേഷൻ നടത്തില്ല. അപ്പൊ അത് തന്നെ മൾട്ടിപ്ലൈ ചെയ്യും. എഗ് തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് ഒരു എംബ്രിയോ ഉണ്ടാക്കും. ആ എംബ്രിയോയുടെ ചുറ്റിനും സീഡ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന സീഡിനെയാണ് നമ്മൾ ആപ്പോമിക്റ്റിക് സീഡ് എന്ന് പറയുന്നത്. ആ സീഡ് മുളച്ച് വരുന്ന ഒരു ചെടി ഇതേപോലെ ഫീമെയിൽ പാരന്റിനെ റിസംബിൾ ചെയ്ത് നിൽക്കും. അപ്പം പാർത്തനോജെനിസിസ് നടക്കുന്നത് ആനിമൽസിലാണ്. പക്ഷെ ഒരു സിമിലർ ഫിനോമിനൻ നമുക്ക് പറയാം, ലൈക്ക് എ മോഡ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ പ്ലാന്റ്സിൽ നടക്കുന്നതാണ് ആപ്പോമിക്സിസ്. ഇൻ ദി ആബ്സെൻസ് ഓഫ് മിയോസിസ് ദർ വിൽ ബി ആൻ അബ്നോർമൽ എംബ്രിയോ സാക്ക് ദാറ്റ് ഈസ് ഫോംഡ്. അവിടെ എഗ് ഡിപ്ലോയിഡ് ആയിരിക്കും. അപ്പൊ ആ എഗ് തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് ഒരു എംബ്രിയോ ഉണ്ടാക്കും. അതിന് ചുറ്റിനും സീഡും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ആ സീഡ് മുളച്ച് വരുന്ന ഒരു ചെടി ഫീമെയിൽ പാരന്റിനെ റിസംബിൾ ചെയ്തിരിക്കും. അങ്ങനെയുള്ള സീഡിനെയാണ് നമ്മൾ ആപ്പോമിക്റ്റിക് സീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും ഒരു ഡിഫറെന്റ് ഫിനോമിനൻ. ഇത് ചില പ്ലാന്റ് സ്പീഷീസിൽ മാത്രമേ നമുക്ക് ഇത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഐ ഹോപ്പ് ഇതിലൊരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. പാർത്തനോജെനിസിസും പാർത്തനോകാർപ്പിയും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇങ്ങനെയുള്ള ഭാഗത്ത് ക്വസ്റ്റ്യൻ വന്നാൽ മക്കൾ തെറ്റിക്കരുത്. ഐ ഹോപ്പ് ദിസ് കോൺസെപ്റ്റ് ഇസ് ക്ലിയർ നൗ. താങ്ക് യു.